ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഈ മൈക്രോഗ്രീൻ വെച്ചിട്ടുള്ളൊരു തോരനാണ് ഉണ്ടാക്കാൻ പോണത്. മൈക്രോഗ്രീൻ മുട്ടത്തോരൻ. അപ്പോൾ ഇത് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്തിട്ട് ഓളിലേക്ക് ആക്കി വയ്ക്കുക. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കുക. അതിനുവേണ്ടി നമുക്കൊരു പാൻ വെച്ചിട്ടൊന്ന് ചൂടാക്കാം. പാൻ നന്നായി ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഒക്കെ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുക് ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കുക. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു ഉണക്കമുളക് 2-3 കഷ്ണങ്ങളാക്കി ഇട്ടിട്ട് അതും കൂടെ ഒന്ന് ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 തണ്ട് വേപ്പിലയും ഒരു 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്യുക. ഇനി ഇതിലേക്ക് സബോള വേണം. ഒരു ചെറിയൊരു സബോള ചെറുതാക്കി കനം കുറഞ്ഞരിഞ്ഞിട്ട് അതും കൂടെ ഇതിലേക്ക് ഇടുക. ഇത് ഇനി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് സബോളയിലേക്ക് മാത്രം ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റാം. ഈ പൊടികളൊക്കെ ഒന്ന് മണമൊക്കെ ഒന്ന് മാറി വരുന്ന വരെ ഒന്നും കൂടെ വഴച്ചെടുക്കുക. ഇനി ഇത് ഇപ്പോൾ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് സൈഡിലേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് 2 മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. ഇനി ഇത് ഒഴിച്ച വഴിയൊന്ന് ഇളക്കാതെ ഒരു മിനിറ്റ് ഇതുപോലെ തന്നെ വെക്കുക. എന്നിട്ട് ഇതിലേക്ക് 1 മിനിറ്റ് കഴിയുമ്പോൾ ഒരു നുള്ളു ഉപ്പ്, മുട്ടയിലേക്കുള്ള ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ടിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് ഇളക്കി ഇതൊന്ന് വേവിച്ചെടുക്കണം. മുട്ടയും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. ഇത് സബോളയും കൂടെ ആയിട്ടൊന്നും കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ മുട്ടയും ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് ഇടണം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു വലിയൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റും മുട്ടയൊന്നും വേണമെന്നില്ല, നമുക്ക് മൈക്രോഗ്രീൻ തന്നെയായിട്ട് ഉണ്ടാക്കാം. പക്ഷെ മൈക്രോഗ്രീൻ ഒരു മണം ഉണ്ടാവും, ചെറിയൊരു മണം ഉണ്ടാവും. അപ്പോൾ അത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ആ മണം അറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇട്ടുള്ളതാണ് ക്യാരറ്റും മുട്ടയൊക്കെ. ഇനി ഇതൊക്കെ ഒന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ക്യാരറ്റ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് മൈക്രോഗ്രീൻ തന്നെ വേണമെന്നില്ല, നമുക്ക് എന്ത് ചീരയോ മുരിങ്ങയിലോ ഒക്കെ എടുക്കുക. മൈക്രോഗ്രീൻ ഞാനിവിടെ ചെറുപയറും വലിയ പയറും കൂടെ മുളപ്പിച്ചെടുത്തതാണ്. മുതിര, ഉലുവ അതൊക്കെ മുളപ്പിച്ചെടുത്തത് അതിലെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ പയർ 2 തരം എടുത്തിട്ട് മുളപ്പിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായി കഴുകി ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി ക്യാരറ്റിലേക്ക് ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പിട്ടിട്ടില്ല, ക്യാരറ്റിലേക്ക് ഒന്നും ഉപ്പിട്ടിട്ടില്ലല്ലോ. അപ്പോൾ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുത്തിട്ട് ഇതൊന്നും കൂടെ നന്നായി മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. നന്നായി ഒന്ന് ഇളക്കിയിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് നമുക്ക് ചെറിയ തീയിലിട്ടൊന്ന് വേവിച്ചെടുക്കുക. അത് നോക്കുക, ക്യാരറ്റും ഈ ഇലയൊക്കെ ഒന്ന് വെന്തിട്ടുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ മുഴുവനും വെന്തിട്ടില്ല, കുറച്ചും കൂടെ വേവാനുണ്ടെന്ന്. ഞാൻ തണ്ടും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും ഒത്തിരി കൂടെ ഒന്ന് വേവാനുണ്ട്. അപ്പോൾ 2 മിനിറ്റും കൂടെ മൂടി വെച്ചിട്ട് വേവിച്ചാൽ ഇത് കറക്റ്റ് പാകമായിട്ട് വരും. അപ്പോൾ ഇനി ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നന്നായി വാടി ഇലയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്.
ഇപ്പോൾ ഇനി നമുക്കിത് ചോറിനൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു തോരനാണ്. അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ്. ചീരയേക്കാളും മൈക്രോഗ്രീൻ ഒന്നും കൂടെ നല്ലതാണ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.